എനിക്ക് ഇന്നലെ നമ്മുടെ സീക്രട്ട് കേറേറ്റർ, ഞാൻ ഇനി കൂടുതൽ പറയുന്നില്ല, മനസ്സിലായല്ലോ. ഒരു വീഡിയോ ഉണ്ട്, ഞാൻ ഇവിടെ താഴെ അതിൻ്റെ ലിങ്ക് ഇടുക. ഈ വീഡിയോ നിങ്ങളൊന്ന് പറ്റുമെങ്കിൽ പോയി കണ്ടിട്ട് തിരിച്ചു വരിക. ഇത്രയും മാത്രം ഒരു ഷൈൻ ടോം ചാക്കോൻ്റെ അത്രയൊക്കെ ബാഡ് അനുഭവിച്ചിട്ടുള്ളതും മോശസ്ഥിതിയിലായിട്ടുള്ളതും ഏറ്റവും കൂടുതൽ മീഡിയയിൽ നിന്നായിക്കോട്ടെ സോഷ്യൽ മീഡിയയിൽ നിന്നായിക്കോട്ടെ തെറിവിളി കിട്ടിയിട്ടുള്ളതുമായിട്ടുള്ള ആക്ടർ എൻ്റെ അഭിപ്രായത്തിൽ മലയാള സിനിമയിലില്ല. അങ്ങനെ ഒരാളിൽ ഒരു പെൺകുട്ടിയുടെ അടുത്തൊരു ആർഗ്യുമെൻ്റ് ആണ്, അതൊരു ആർഗ്യുമെൻ്റ് ആണെന്ന് മനസ്സിലാക്കണം. ഇത് ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ആർഗ്യുമെൻ്റ് ആണ്, നോട്ട് ഓൾ മെൻ എന്നുള്ളത്. ആ ആർഗ്യുമെൻറ്റിൽ ഷൈൻ ടോം ചാക്കോ ഇടപെടുകയാണ്. ആ ആർഗ്യുമെൻ്റ് ഇടപെട്ടിട്ട് മറീന എന്ന് പറഞ്ഞിട്ടുള്ള ആക്ട്രസ് ഒരു കരഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇട്ടു. ഞാൻ അങ്ങനെയൊന്നുമല്ല, എല്ലാവരും കൂടെ എന്നെ ഓരോന്ന് പറയുന്നു. എന്നിട്ട് മറീന തന്നെ പറയുന്ന വേറൊരു കാര്യമുണ്ട്. അതായത് ആ വീഡിയോയിൽ തിരിച്ചിട്ട ഇൻസ്റ്റാഗ്രാം വീഡിയോയിൽ മറീന പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ ബോൾഡായിട്ട് അഭിനയിക്കുകയായിരുന്നു ഇൻ ഫ്രണ്ട് ഓഫ് ദ പബ്ലിക്. ബോൾഡായിട്ട് ഒരു സ്ത്രീ അഭിനയിക്കുമ്പോൾ തിരിച്ച് ബോൾഡായിട്ടുള്ള ഉത്തരങ്ങൾ വരും. യു ഗോട്ട് ബി ഏബിൾ ടു ഫേസ് ഇറ്റ്. വിരാട് കോഹ്ലി പറഞ്ഞോടെ, ഇഫ് യു ആർ ഗിവിങ് ഇറ്റ് യു ഷുഡ് ബി ഏബിൾ ടു ടേക്ക് ഇറ്റ്. അല്ലെങ്കിൽ ബോൾഡ് ആവാൻ നിൽക്കരുത്. അഭിനയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് കിട്ടും. തിരിച്ച് കിട്ടുമ്പോൾ അത് വാങ്ങിച്ചിട്ട് കരഞ്ഞുകൊണ്ടിരിക്കരുത്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന എന്തൊരു ലെയിമാസ് ആണത്. ബോൾഡായി നിന്ന് ഞാൻ അഭിനയിച്ചു, അപ്പോൾ തിരിച്ചൊരാൾ ബോൾഡായപ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് കരയുന്നത് എന്തിനാ? ഫസ്റ്റ് യു ഷുഡ് ഹാവ് സ്റ്റോപ്പ് ഫേക്കിംഗ് ഇറ്റ്. എങ്കിൽ ഫേക്ക് ചെയ്ത് കുറേ ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് മറീന തന്നെ പറയുന്നുണ്ട്, ഫേക്ക് ചെയ്തതിൽ നിന്ന്. അപ്പോൾ ആ ഫേക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു ബാഡ് വരുമ്പം അത് എടുക്കാനും കൂടെ പറ്റണം. ഒന്നെങ്കിൽ ഫേക്ക് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ഫേക്ക് ചെയ്തിട്ട് ഗുഡും ബാഡും എടുക്കാൻ തയ്യാറാവണം, അല്ലെങ്കിൽ ഫേക്ക് ചെയ്യാതിരിക്കുക. ആ മര്യാദ ചെയ്യുക. ഒരു കരച്ചിൽ കൊണ്ടിട്ട് നമുക്കൊരു വിക്ടം കാർഡ് പ്ലേ ചെയ്യുന്ന എന്തൊരു വൃത്തികേടാണ് ഇത്. പഴയകാല സിനിമയാണോ മറീന? പഴയകാല സിനിമയാണോ? എന്നിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യാൻ സീക്രട്ട് കേറേറ്റർ വന്നിരിക്കുകയാണ്. ഈ സീക്രട്ട് കേറേറ്റർ ആ വീഡിയോ നിങ്ങളൊന്ന് പോയി കാണണം. എനിക്ക് ആ വീഡിയോ എടുത്ത് ഇടാനൊന്നും പോയി. അത് 32 മിനിറ്റ് ഉണ്ട് ആ വീഡിയോ. ഇത്രയൊന്നും പറയേണ്ട സാധനം ആ ഇതിലില്ല. എൻ്റെ മനസ്സിൽ ഷൈൻ ടോം ചാക്കോ ആണായത് കൊണ്ടാണ് ഇപ്പം ഈ പ്രശ്നം എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. വേറൊരു പെൺകൊച്ചാണ് ഇപ്പം ഫസ്റ്റ് ഈ ഇൻ്റർവ്യൂയുടെ തുടക്കത്തിൽ തന്നെ ഗ്രേസ് ആൻ്റണി വന്ന് പറയുന്നു, ഷൈൻ്റെ സ്വഭാവം കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നു. അങ്ങനെ ഒരു പെണ്ണ് പറയുമ്പോഴത്തേക്കും ഒന്നും പുള്ളിക്കാരന് പറയില്ല. അത് ബോൾഡായിട്ടുള്ള പെൺകുട്ടി അവൾ നല്ല അഭിപ്രായം പറഞ്ഞു. ഷൈൻ ടോം ചാക്കോയും ബോൾഡാണ്. ഷൈൻ ടോം ചാക്കോയും എന്തും പറയാൻ മടിയില്ലാത്ത ആളാണ്. അത് പറയട്ടെ. അത് പറഞ്ഞാൽ എന്താ പ്രശ്നം? പിന്നെ ഇതിൻ്റെ എല്ലാതിൻ്റെ പ്രശ്നം പെൺകുട്ടികൾക്ക് എപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ ഒരു സോഫ്റ്റ് മൃദുത്വം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇക്വാലിറ്റി വേണമെന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യകതയില്ല. ഇക്വാലിറ്റി ഇവിടെ വാദിച്ചുകൊണ്ടിരിക്കുന്നവരും ഇക്വാലിറ്റിക്ക് വേണ്ടി പറയുന്നവരും, ഇഫ് യു ഗോട്ട് ബി ഈക്വൽ യു ഹാവ് ടു ടേക്ക് ദ ബാഡ് ഓഫ് ബിക്കമിങ് ദ ഈക്വൽ ആൻഡ് ഗുഡ് ഓഫ് ബിക്കമിങ് ദ ഈക്വൽ. അല്ലാതെ ഈക്വൽ ആവുന്നതിൻ്റെ നന്മകളും ഗുണങ്ങളും മാത്രം എടുത്താൽ പോരാ, ഈക്വൽ ആവുന്നതിൻ്റെ ഉള്ള പ്രശ്നങ്ങളും അനുഭവിക്കണം. അല്ലാതെ നമ്മളെല്ലായിടത്തും കെയർ കിട്ടണം എന്ന് വിചാരിച്ചിട്ട് എന്താ കാര്യം? ഈക്വൽ ആയിരിക്കുമ്പോഴത്തേ സൊസൈറ്റി ഡസ് നോട്ട് നീഡ് ടു കെയർ അബൌട്ട് യു. ഇതിലും മറീന ആ വീഡിയോ പറയുന്ന ഒരു കാര്യമുണ്ട്. തിരുവനന്തപുരത്ത് ഒരു ബാറുള്ള ഹോട്ടലിൻ്റെ അവിടെ രാത്രി പോയി ഇറങ്ങാൻ പേടിയാണ്, ആരെങ്കിലും കയറി പിടിച്ചാലോ ഒരു പ്രശ്നമായാലോ എന്ന്. ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്. തിരുവനന്തപുരത്ത് ഒരു ബാറുള്ള ഹോട്ടൽ സ്റ്റേ ഉണ്ട്, ബാറും ഉണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വൺ ഓഫ് ദ ഗുഡ് ഹോട്ടൽസ് ദർ. അല്ലാതെ തിരുവനന്തപുരത്ത് ഒരു ബാറുള്ള ഹോട്ടൽ കച്ചറ ഇല്ല. ഞാൻ തിരുവനന്തപുരത്തുള്ള മിക്ക ബാറുകളിലും പോയിട്ടുണ്ട്, എനിക്ക് അറിയാവുന്നതുകൊണ്ട് പറയാണ്. പിന്നെ തിരുവനന്തപുരത്ത് രാത്രി ഇറങ്ങി വരുന്ന പെൺകൊച്ചിനെ കയറി പിടിക്കുന്നവരുടെ ധൈര്യത്തിൽ ജീവിക്കുന്നവരൊന്നുമല്ല. ഏതെങ്കിലും ഒരു വളരെ മിനിസ്ക്യൂൾ ആയിട്ടുള്ള ഏതെങ്കിലും 2-5-6 ഞരമ്പ് രോഗികളുണ്ടാവും എല്ലാ ബാറിലും. ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള മിക്ക ബാറുകളിലും പെൺകുട്ടികൾ വരാറുണ്ട്. ദേ ആർ എൻജോയിങ് ദംസെൽസ്. അവിടെ ഒന്നും കയറി പിടിയെന്ന് പറയുന്നതൊന്നും അങ്ങനെ നടക്കുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ അത് മനസ്സിലാക്കിയിട്ട് മറീന സംസാരിക്കണം. തിരുവനന്തപുരത്ത് ആരെ മനസ്സിലാക്കണം? അത് തിരുവനന്തപുരത്തുകാർക്കൊരു ബാഡാണ് അങ്ങനെ പറയുന്നത്. എനി ഗേൾ ക്യാൻ വാക്ക് അറൗണ്ട് ഇൻ ട്രിവാൻഡ്രം. മാനവീയം വീതിയിലൊക്കെ വന്ന് നോക്കണം രാത്രി. എനി ഗേൾ ക്യാൻ വാക്ക് അറൗണ്ട് ഫ്രീലി. അവിടെയും കുടിച്ചിട്ട് ആൾക്കാർ വരാറുണ്ട്. അത് പയ്യന്മാരും മേടിയൊക്കെ ഉണ്ടാവും, പക്ഷെ പെൺകുട്ടികൾക്ക് പിടിക്കാറില്ല. പിടിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ മിനിസ്ക്യൂൾ. അത് പേടിച്ച് പ്രൊഡ്യൂസറിന്റെ അടുത്ത് പോയി പറയുകയാണ്. ആ മിനിസ്ക്യൂൾ ആയിട്ടുള്ള ഏതോ ഒരു എങ്ങാനും പിടിച്ചാലെന്നുള്ള പേടി കൊണ്ട് ഒരു പ്രൊഡ്യൂസറിന്റെ അടുത്ത് എനിക്ക് ഈ ഹോട്ടൽ പറ്റില്ല. അപ്പോൾ ഉടനെ അത് കേട്ട് മാറാൻ എന്താ പ്രൊഡ്യൂസർ എന്താ മണ്ടനാണോ? എൻ്റെ ചോദ്യം അതാണ്, മണ്ടനാണോ? ഇതെങ്ങനെയാണത് ശരിയാവുന്നത്? തിരുവനന്തപുരത്തുള്ള എല്ലാ ബാറുകളാണെങ്കിലും എ ഗേൾ ക്യാൻ ഗോ ദെയർ ആൻഡ് ഹാവ് എ ഡ്രിങ്ക് ഇൻസൈഡ് ദ ബാർ. പിന്നെയാണ് പുറത്ത് ഇവിടെ ഇറങ്ങി ഒരു റൂമിലോട്ട് പോകുമ്പോഴത്തേക്ക് അവളെ കയറി പിടിക്കുമെന്നുള്ള പേടി. അത്രയും പേടി ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ സൊസൈറ്റിയിൽ ഇറങ്ങി നടക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത്രയും പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തോ മെന്റൽ കോച്ചിങ്ങിൻ്റെ ആവശ്യമുണ്ട്. മെന്റലി സ്ട്രോങ് ആവേണ്ട എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുക. ഇത് എസ്കേപ്പിസം അടിക്കാനും വിക്ടം കാർഡ് പ്ലേ ചെയ്യാനും ഓരോ ഇൻസിഡൻസ് ഇങ്ങനെ പറയരുത്. ഇങ്ങനെ ഇൻസിഡൻസ് പറയാനാണെങ്കിൽ എത്ര പേർക്ക് എന്തൊക്കെ ഇൻസിഡൻസ് ഉണ്ടാവും? പിന്നെ
തനിക്ക് ഒരു കാരവാൻ കിട്ടണം എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾ കാരവാൻ വാങ്ങിക്കുന്ന ലെവലിലോട്ട് എത്തുക, ആ ലെവലിലുള്ള സ്റ്റാച്ചറുള്ള പൊസിഷൻ എത്തുക ഫിലിം ഇൻഡസ്ട്രിയിൽ, അപ്പോഴേ കാരവാൻ കിട്ടും. കാരവാൻ അവിടെ വർക്ക് ചെയ്യുന്ന സെറ്റിൽ വർക്ക് ചെയ്യുന്ന അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന് കൊടുക്കാറുണ്ടോ? പെൺകുട്ടികൾക്കാണെങ്കിലും ആൺകുട്ടികൾക്കാണെങ്കിലും. ജസ്റ്റ് ബിക്കോസ് ഓഫ് യുവർ ആൻ ആക്ടർ കിട്ടണമെന്നാണോ പറയുന്നത്? ആക്ടേഴ്സിന് എന്താ കൊമ്പുണ്ടോ? അതല്ല. ഹൂ ഹാസ് ദ മോസ്റ്റ് വാല്യൂ ഇൻ ദാറ്റ് ടീം, ദേ വിൽ ഗെറ്റ് ദി ബെനിഫിറ്റ്സ് ആൻഡ് ദേ വിൽ ഗെറ്റ് ദ പ്രിവിലേജസ്. അതാണ് ബേസിക് സൊസൈറ്റി. അല്ലെന്നുണ്ടെങ്കിൽ സെറ്റിൽ വരുന്ന എല്ലാ പെണ്ണുങ്ങൾക്കും എല്ലാ ആണുങ്ങൾക്കും ഓരോരോ കാരവാൻ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇക്വാലിറ്റി, നിങ്ങൾ പറയുന്ന ഇക്വാലിറ്റി ആവുള്ളൂ. അല്ല തനിക്ക് മാത്രം കിട്ടണമെന്ന് പറഞ്ഞത് തനിക്ക് എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്നുള്ളത്, തനിക്ക് ആ ഒരു ലെവലിലോട്ട് എത്താൻ പറ്റിയിട്ടില്ല. ആ ലെവലിലോട്ട് എത്തുമ്പോൾ തനിക്ക് കിട്ടും, കിട്ടാതിരിക്കില്ല. നയൻതാരയ്ക്ക് കാരവാൻ കിട്ടുന്നില്ലേ? മഞ്ജു വാര്യറിന് കാരവാൻ കിട്ടുന്നില്ലേ? ഐശ്വര്യ ലക്ഷ്മിക്ക് കാരവാൻ കിട്ടുന്നില്ലേ? നിത്യ മേനോന് കാരവാൻ കിട്ടുന്നില്ലേ? പാർവതി കാരവാൻ കിട്ടുന്നില്ലേ? സോ അതുകൊണ്ട് പെണ്ണായതുകൊണ്ടാണ് കാരവാൻ കിട്ടാത്തെന്നുള്ള പോയിന്റ് ഒക്കെ എടുത്ത് കളയൂ. ഇതൊക്കെ കഴിഞ്ഞു, ആ കാലം കഴിഞ്ഞു. ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ്, നിങ്ങൾ ഇപ്പോഴും ആ കാലത്ത് ജീവിക്കുക. അവിടെ നിന്ന് ബസ് പിടിച്ചു വരൂ. വി ആർ നോട്ട് സീയിങ് യു ലൈക്ക് ആസ് എ ഗേൾ. പെണ്ണുങ്ങളായിട്ടല്ല നമ്മൾ കാണുന്നത് ഹ്യൂമൻ ബീങ്. ഇഫ് യു ഗോട്ട് സം വാല്യൂ ടു ബ്രിങ് ഇൻ, വിൽ അക്സെപ്റ്റ് ദാറ്റ്. വാല്യൂ കൂടുന്നതനുസരിച്ച് തനിക്ക് കിട്ടുന്ന സൗകര്യങ്ങളും എല്ലാം കൂടുക ചെയ്യും. മനസ്സിലായോ? സോ സ്റ്റോപ്പ് ദിസ് വിക്ടിം കാർഡ്. യു ആർ നോട്ട് ദി അബ്യൂസ്ഡ്, വി ആർ നോട്ട് ദി അബ്യൂസേഴ്സ്. ആണുങ്ങളല്ല അബ്യൂസേഴ്സും ഒപ്രസേഴ്സും അല്ല, നിങ്ങൾ ഒപ്രസ്ഡും അല്ല. ഇവിടെയുള്ള എല്ലാ നിയമങ്ങളും ഈ ആണുങ്ങൾ തന്നെയാണ് കൂടുതൽ പേര് എല്ലായിടത്തും. ലോക്സഭ ആയിക്കോട്ടെ, ഇവിടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ആയിക്കോട്ടെ, MLA ആയിക്കോട്ടെ, എല്ലായിടത്തും ആണുങ്ങളാണ് കൂടുതൽ. പക്ഷെ ഇവിടുത്തെ എല്ലാ ലോസും വുമൺ ഫ്രണ്ട്ലി ആണ്. എന്തിന് പറയുന്നു? 33% ഉറപ്പായിട്ടും വുമൺ വേണമെന്നുള്ള റിസർവേഷൻ ബില്ല് കൊണ്ടുവരികയാണ്. ആണുങ്ങളെ നിങ്ങൾക്ക് തോപ്പിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വോട്ട് വാങ്ങിച്ച് തോപ്പിക്കൂ. ഇത് പിന്നെ ഇങ്ങനെ സപ്പോർട്ട്, ഇങ്ങനെയുള്ളവർക്ക് ഫീഡർ ആവുന്നതാണ് ഇതേപോലുള്ള കേരേട്ടന്മാർ. ഈ കേരേട്ടന്മാരാണ് ഈ പ്രശ്നമേ ഉണ്ടാക്കുന്നത്. ആണെന്നോ പെണ്ണെന്നോ കാണാതെ ഹ്യൂമൻ ബീങ്സ് ആയിട്ട് കണ്ട, ഹ്യൂമാനിറ്റിയിൽ വിശ്വസിക്കൂ. ഹ്യൂമൻ ബീങ്സ്, നോട്ട് എ ജെൻഡർ. ബി ജെൻഡർ ബ്ലൈൻഡ്. അത് സെൻ ലെവൽ തോട്ട്സ് ആണെന്ന് പറയാം, പക്ഷെ അതിലേക്ക് എത്താൻ ശ്രമിക്കുകയെങ്കിലും ചെയ്യൂ. ആണുങ്ങളെല്ലാം ഒപ്രസേഴ്സ് ആണെന്ന് കാണാതെ. ആണുങ്ങളിലും ഓരോ സ്വഭാവമുള്ളവരുണ്ട്. പാർവതിക്ക് മോഹൻലാലിനെ കുറിച്ചും മമ്മൂട്ടിനെ കുറിച്ചും അങ്ങനെ പറയാന്നുണ്ടെങ്കിൽ ഷൈൻ ടോം ചാക്കോയ്ക്ക് ഒരു ഇന്റർവ്യൂവിൽ ഇരുന്നിട്ട് അവന്റെ അഭിപ്രായങ്ങൾ എങ്ങനെ വേണം പറയാം. അതിൽ പോയി കരഞ്ഞ് മോങ്ങിക്കൊണ്ട് വീഡിയോ ഇട്ട് അവനെ ഇപ്പൊ ഒപ്രസർ ആക്കിയില്ലേ? ഇപ്പൊ ഷൈൻ ടോം ചാക്കോക്ക് തെറ്റുകാരനാവുന്ന രീതിയിലായില്ലേ? നമ്മുടെ സൊസൈറ്റി അങ്ങനെ ആക്കും. കാരണം ആണുങ്ങൾക്ക് ഒരിടത്തും വില കിട്ടാറില്ല. ആണുങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് എന്തെങ്കിലും വാല്യൂ സൊസൈറ്റി കൊടുക്കുമ്പോഴാണ് ഏക വില അവന് കിട്ടുന്നത്. അല്ലാതെ ഒന്നും ചെയ്യാതെ വീട്ടിൽ ഇരിക്കുന്നവന് ഒരു വിലയും ഒരു സൊസൈറ്റിയും കൊടുക്കുന്നില്ല. അത് മനസ്സിലാക്കുക. അതുകൊണ്ട് ജെൻഡർ ബ്ലൈൻഡ് ആയി ചിന്തിക്കാൻ നോക്കൂ. ജെൻഡർ ബ്ലൈൻഡ് ആവുന്ന സൊസൈറ്റിയിൽ നമ്മൾ കൊണ്ടുവരുന്ന പ്രൊഡക്ടിവിറ്റിക്ക് മാത്രമേ വില ഉണ്ടാവൂ. അത് വരുന്നിടത്തോളം കാലം നമുക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടും. ഇഫ് യു ആർ നോട്ട് പ്രൊഡക്റ്റീവ്, ഇഫ് യു ഡോണ്ട് ബ്രിങ് ഇൻ വാല്യൂ, ഇഫ് യു ഡോണ്ട് ബ്രിങ് ഇൻ ദ റിസോഴ്സസ് നീഡഡ്, യു വിൽ നെവർ ഹാവ് പ്രിവിലേജസ്. അല്ലാതെ ആണായതുകൊണ്ട് ഒരു പ്രിവിലേജ് കിട്ടുന്നില്ല. ഇവിടെ ആണായതുകൊണ്ട് പ്രിവിലേജ് കിട്ടിയിരുന്നുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ സൂയിസൈഡ് ഉണ്ടാവുന്ന ആണുങ്ങളാവില്ല. അത് മനസ്സിലാക്കൂ. സീക്രട്ട് കേരേട്ടാ, മനസ്സിലാക്കൂ. പെണ്ണുകുട്ടികളുടെ കരച്ചിൽ കാണുമ്പോൾ എൻ്റെ മനസ്സറിയുന്ന കാലം കഴിഞ്ഞു. വി ആർ ഈക്വൽസ് നൗ. ഇക്വാലിറ്റി മനസ്സിലാക്കൂ. ഇക്വാലിറ്റി ആണെന്ന് പറഞ്ഞാലും അവർക്ക് ഇപ്പോഴും നമ്മൾ സേവനങ്ങളും ആനുകൂല്യങ്ങളും നമ്മുടെ ലോയിലും എല്ലായിടത്തും കൊടുക്കുകയാണ്. അതും മനസ്സിലാക്കൂ. കേരേട്ടാ, സീക്രട്ട് കേരേട്ടൻ ആൻഡ് മറീന, മനസ്സിലാക്കൂ ഇതെല്ലാം പ്ലീസ്. വിക്ടം കാർഡ് നിർത്തൂ. വിക്ടം കാർഡ് കളിക്കുന്നവരെ സപ്പോർട്ട് ചെയ്ത് കേരേട്ടനാവുന്നത് നിർത്തൂ പ്ലീസ്. ഇങ്ങനെയുള്ള പീപ്പിളിന് വേറെ ഒന്നും ചിന്തിക്കാനോ പറയാനില്ല. അവരുടെ ഹോൾ ഇതെന്ന് പറയുന്നത് സൊസൈറ്റിക്ക് മുമ്പിൽ നല്ല പിള്ള ചമയുക എന്നുള്ളത് മാത്രമാണ്. സൊസൈറ്റിന് മുമ്പിൽ നല്ല പിള്ള ചമച്ചിട്ട് ഒന്നും കിട്ടാറില്ല ആർക്കും. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ യു ആർ ഓൺലി ദെയർ ഫോർ യുവർ സെൽഫ്. അത് മനസ്സിലാക്കി ബി ട്രൂ ടു യുവർ സെൽഫ്. നെവർ എവർ പ്ലേ ദ വിക്ടം കാർഡ്. ദർ ആർ ലോട്ട്സ് ഓഫ് വിക്ടംസ് ഇൻ ദിസ് വേൾഡ്. ഇറ്റ്സ് എ ഡിസ്ഗ്രേസ് അപ്പോൺ ദം. എത്രയോ പാവപ്പെട്ട ആൾക്കാർ, വിക്ടമായിട്ടുള്ള ആൾക്കാർ ഈ ലോകത്തുണ്ട്. അവർക്കൊരു നാണക്കേടാണ് ഇങ്ങനെ വിക്ടം കാർഡ് കളിക്കുന്നത്. കാരണം അവരുടെ സഫറിങ്ങിനെയാണ് നിങ്ങൾ ചെറുതാക്കി കാണുന്നത്. അല്ലാതെ ഇങ്ങനെ മറ്റേ ചെറിയ ഒരിക്കൽ സെറ്റിൽ പോയപ്പോൾ കാരവാൻ കിട്ടിയില്ല എന്നുള്ള കരച്ചിൽ, ഷൈൻ ടോം ചാക്കോന്റെ ഒരു ചൂടായേ എന്നുള്ള കരച്ചിൽ, അതൊക്കെ കഴിഞ്ഞ് അതൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പൊതു സദസ്സുകളിലോ പബ്ലിക് ഇവന്റ്സിനോ വരാതിരിക്കുക. ഡോണ്ട് മേക്ക് യുവർ സെൽഫ് ഔട്ട് ദെയർ. ഇഫ് യു ആർ മേക്കിംഗ് യുവർ സെൽഫ് ഔട്ട് ദെയർ, ദിസ് ഇസ് ഓൾ ദ തിങ്സ് ദാറ്റ് യു വുഡ് ഹാവ് ടു ഫേസ്. അത് ഫേസ് ചെയ്യാനുള്ള മെന്റൽ ഇതുണ്ടാക്കൂ. അല്ലാതെ അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ചെയ്തവന്റെ തെറ്റെന്ന് പറയാതെ മെന്റലി സ്ട്രോങ് ആവാൻ ശ്രമിക്കൂ. അല്ലാതെ മെന്റലി വീക്ക് ആയിരിക്കുമ്പോഴത്തേക്കും വീക്കാണെങ്കിൽ കരയേണ്ടി വരും. സ്ട്രോങ് ആവാനാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ വീക്ക് ആയതുകൊണ്ട് ഒരുത്തം പറഞ്ഞൊരു സില്ലി കമന്റിന് വിഷമായവന്റെ പറഞ്ഞ കമന്റിനല്ല തെറ്റ്. അത് മനസ്സിലാക്കുക.
അത്രേ ഉള്ളൂ. കേരളായിട്ട് നിർത്തിയിട്ട് വേറെ ജോലിക്കെല്ലാം പോടെ.